അപ്പോൾ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം. ഒരു കുട്ടിയുണ്ടോ അപ്പോൾ ആദ്യം അവർ കണ്ടെത്തിയത് ഒരു ലൈബ്രറിയാണ്. നമുക്കതിന് പുസ്തകങ്ങളെടുക്കുക, വായിക്കുക, തിരിച്ചു വയ്ക്കുക. കൂട്ടില്ല, താക്കോലില്ല, യാതൊന്നുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ എവിടെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോൺഷായി എന്ന് പറഞ്ഞ ജർമ്മൻ്റെ ബെൽജിയത്തിൻ്റെയും ബോർഡറിലുള്ളൊരു സിറ്റിയിലാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 300 കൊല്ലങ്ങൾക്ക് മുൻപ് ഉണ്ടാക്കിയൊരു ടൗണ് അതേപോലെ തന്നെ നിലനിർത്തിയേക്കണം. ഇവിടെ തന്നെയാണ് ഈ നമ്മുടെ പ്രസിദ്ധമായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ഉള്ളത്, ആഹൻ യൂണിവേഴ്സിറ്റി. പകുതിയിലധികം മലയാളി പിള്ളേർ പഠിക്കുന്നതും വളരുന്നതും അവിടെയാണ്. ഈ സിറ്റിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ജനലും വാതിലും ഉണ്ടാക്കി കാണുന്നത് വുഡനാണ്, മരം. ബാക്കിയൊക്കെ കരിങ്കല്ല്, ചീള്. പിന്നെ ഇത് മാത്രമല്ല, ഇത് ഈ സിറ്റിക്ക് അകത്ത് കൂടെ പൊങ്ങി താന്ന് നിൽക്കണ കാരണം കൊണ്ട് ഒരു റിവർ കറങ്ങുന്നുണ്ട്, ഹേഗ് റിവർ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കണ്ടോ, ആ റിവറിനകത്ത് ഒരു കരട് പോലും അതിനകത്തില്ല. നമ്മുടെ ഇവിടുത്തെ ചാലുകൾ അല്ലെങ്കിൽ റിവറുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? കാരണം പിള്ളേരെ അല്ലെങ്കിൽ എല്ലാവരും ഒരു പൗരൻ്റെ ധർമ്മം എന്താണെന്നാണ് പഠിപ്പിച്ച കാരണം കൊണ്ടാണ് ഇത്രയും ഭംഗിയായിട്ട് നിലനിൽക്കുന്നത്. ഈ സിറ്റി വെച്ചിട്ടാണ് അവർ കോടികൾ ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്കവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതേസമയം തന്നെ നമ്മളൊരാളും ശല്യപ്പെടുത്തണില്ല. ഓണടിക്കുന്ന പരിപാടിയില്ല. നമ്മുടെ കൊച്ചിയിലൊക്കെ പോയി കഴിഞ്ഞാൽ കണ്ടിട്ടില്ലേ, ഇസ്രായേലുകാരുണ്ടായിരുന്ന ആ സ്ഥലം, എൻ്റെ പേര് മുട്ടുപോയി. ഏകദേശം അതിനെ നമുക്ക് ഓർമ്മ വരും. ഇതൊരു മുൻപ് ഇവിടെ ടെക്സ്റ്റൈൽ സിറ്റി ആയിരുന്നത്. അവസാനം ആ കുടുംബക്കാർ വിട്ടുകൊടുത്തതാണ് ഇത് ഒരു പബ്ലിക്, ഒരു പിക്നിക് സിറ്റി, പിക്നിക് ആൾക്കാർക്ക് വരാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമായിട്ട് വിട്ടുകൊടുത്തത്. അത് ഓരോ ദിവസവും അവർ നന്നായി വലുതാക്കി അതിൻ്റെ ഭംഗി കൂട്ടി ഈ രീതിയിലാക്കിയിരിക്കുകയാണ്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും ജർമ്മനിയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ പോയിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം നിന്നപ്പോൾ പോകാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം നിർബന്ധമായിട്ട് പോയത്. കണ്ട ഈ പുകവണ്ടി, ഈവൻ ഇതിനകത്ത് കംപ്ലീറ്റ് സ്ഥലത്ത് കയറി ഇറങ്ങും. പക്ഷെ ഒരാൾക്കൊരു ശല്യമില്ല, ഓണടിക്കില്ല, യാതൊരു പ്രശ്നവുമില്ല. ആവശ്യക്കാർക്ക് പോവാം. പക്ഷെ ഞങ്ങൾ കയറിയില്ല. കാരണം ഇതിനകത്തിരിക്കുമ്പോൾ അവൻ പോകാൻ വഴികളെ കാണാൻ പറ്റുള്ളൂ. നമുക്ക് പല വഴിക്ക് പോവാം. ഏതിലേ പോയാലും തിരിച്ചിറങ്ങി അവസാനം നമ്മളൊരൊറ്റ റൂട്ടിൽ വന്നെത്തും. വഴി തെറ്റണ യാതൊരു പ്രശ്നവുമില്ല. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ആർക്കിടെക്റ്റാണ്. അതൊരു വല്ലാത്തൊരു സംഭവമാണ്. ബവേറിയൻ ആർക്കിടെക്റ്റാണ്. കരവിരുത് ഇത്രയും ഭംഗിയായിട്ട് നടത്തിയിട്ടുള്ളൊരു സ്ഥലം ഇപ്പോൾ കുറേ രാജ്യങ്ങളിലൊക്കെ പോയി പലതും കണ്ടായിരുന്നു. ഇത്രയും ഭംഗിയായിട്ട് കണ്ടിട്ടില്ല. ആ റിവർ നോക്കിയാൽ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞല്ലോ ഇതിനകത്ത് എന്തെങ്കിലും കരടുണ്ടോ ഇല്ലേ എന്നുള്ളത്. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാലൊന്ന് ജസ്റ്റ് ഒന്ന് അകത്ത് നീട്ടി വെച്ചാൽ നേരെ ബെൽജിയത്തിലായിരിക്കും നമ്മൾ. ഏതായാലും ഈ ആഹൻ യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രൊഫസറെ പരിചയപ്പെട്ടിട്ടുണ്ട്. പുള്ളിയുടെ പാർക്കിലല്ല, പുള്ളിയുടെ ഒരു ചെറിയ ഫാം ഉണ്ടായിരുന്നു, ആപ്പിളും പച്ചക്കറിക്കുള്ളത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിട്ട് ഞാൻ ഇനിയും വരണുണ്ട്. ആ പുള്ളിനെ പരിചയപ്പെടുത്തണമുണ്ട്. ആ പുള്ളി മിക്കവാറും 2-3 മാസത്തിനുള്ളിൽ മദ്രാസിൽ വരണുണ്ട്, IITയിൽ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട്. ജർമ്മൻകാരനും വൈഫ് ജപ്പാൻകാരിയാണ്. അപ്പോൾ അവർ ഇവിടെ വരാമെന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ബസ് കാത്ത് നിൽക്കുമ്പോൾ കണ്ടത് ആൾക്കാരിൽ പിള്ളേർ പഠിക്കാൻ വന്ന പിള്ളേരൊക്കെ മലയാളീസാണ് കുറേ അധികം. അതാണ് ഈ ആഹൻ യൂണിവേഴ്സിറ്റി ഒരു പ്രത്യേകത. ഇനി
കണ്ട ഇത് ഏറ്റവും സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു ബിൽഡിങ്ങാണത്. അത് അങ്ങനെ തന്നെ നിലനിർത്തിയേക്കണം. ഇനിയിപ്പോൾ നമ്മൾ ഒരു പരിധി വിട്ടത് ഇവിടെ ഭയങ്കരമായിട്ട് ലാഭം അവർ കൊയ്യണില്ല. പൈസയുണ്ട്, ഇല്ലയെന്ന് പറയണില്ല. എന്തായാലും കൂടുതൽ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട്. ഷോർട്ട് വിസിറ്റായിരുന്നു ജർമ്മൻ. പക്ഷെ ഓരോ വിസിറ്റിലും പറ്റാവുന്നത് കാണാൻ, അത് പകർത്താൻ നിങ്ങൾക്ക് ഇട്ട് തരാണ്ട. എല്ലാ പൈസയും നമ്മുടെ അവർ മേടിച്ചെടുക്കും. അല്ല, ഒന്നാം തന്നെ റെഡിമെയ്ഡ് ഷർട്ട്. എവിടെ പോയാലും ഞാനൊരു ഷർട്ട് എടുക്കും, എന്തെങ്കിലും ഡ്രസ്സ് എടുക്കും ഓർമ്മയ്ക്ക്. അപ്പോൾ എല്ലാവർക്കും നല്ല നമസ്കാരം.